പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മക്കള് ജീവിക്കേണ്ട ജീവിതം, അടിസ്ഥാനം ഉറപ്പിക്കേണ്ട അടിസ്ഥാനം, അത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ആ അറിവിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ മക്കളെ വളർത്താനും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും വലിയ കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കണമേ. മക്കൾക്ക് വേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദൈവികമായ പ്രകാശം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ രക്ഷപ്പെടാനുള്ള വഴി അറിഞ്ഞ് പ്രാർത്ഥിക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവെ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ഈ വലിയ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ യുവമക്കളെയും എല്ലാ കുഞ്ഞുമക്കളെയും ഇതിനു മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളെ സമർപ്പിക്കുന്നു, അവരുടെ പഠനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, വാല്യുവേഷനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കൾക്ക് അർഹതപ്പെട്ട വിജയം അങ്ങയുടെ നാമത്തിൽ സ്വർഗത്തിന് സഹായത്തിൽ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായിട്ട് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും, ഞങ്ങളുടെ മക്കളോടും, നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളുടെ ഏറ്റവും ഭയാനകമായ ഒരവസ്ഥയെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും നമ്മൾ ഇന്ന് പ്രത്യേകം ഇന്നെന്ന് മാത്രമല്ല എന്നും പ്രാർത്ഥിക്കാനുള്ള വലിയൊരു നിയോഗത്തോടെയാണ് നമ്മൾ ഇന്ന് ഈ സന്ദേശം ശ്രവിക്കുന്നത്. ഒത്തിരിയേറെ മാതാപിതാക്കൾ പറയുന്ന അപകടകരമായ ഒരു വലിയൊരു കാര്യമാണ്, അച്ഛാ, എന്റെ മോൻ, എന്റെ മോള് വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്നു, വിശുദ്ധ കുർബാനയോട് താല്പര്യമില്ല, കൂദാശകളോട് താല്പര്യമില്ല, കുടുംബ പ്രാർത്ഥനയോട് താല്പര്യമില്ല, ജപമാലയോട് താല്പര്യമില്ല, ആത്മീയമായ കാര്യങ്ങളോട് താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ അകന്നു കഴിയും. ഞാൻ പറയും, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളിൽ സംഭവിക്കുന്ന ഏറ്റവും ഭയാനകമായ ദുരന്തമാണ്. കാരണം കൂദാശയിലൂടെ, പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു കരുത്തുണ്ട്. അതിസ്വാഭാവികമായ കൃപകള്, അദൃശ്യമായ പ്രസാദവരത്തിന്റെ നിറവ്, ദൈവത്തിന്റെ സഹായം. നമ്മുടെ സഹായം സ്വർഗത്തിൽ നിന്നാണ്. ആ സഹായം സ്വീകരിച്ച് യോഹന്നാൻ 1:16 പറയുന്നത് പോലെ അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ച് കൃപയുള്ള മക്കളായിട്ട് ജീവിക്കാനും വളരാനും നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു വലിയൊരു അവസ്ഥയാണ് കൂദാശയോട്, പ്രാർത്ഥനയോട്, ദേവാലയത്തോട് താല്പര്യമില്ലാത്ത അവസ്ഥ. അതിന് പല കാര്യങ്ങളും മക്കൾ പറയും. നമ്മുടെ ഇന്നത്തെ കുർബാന പ്രശ്നം, അച്ഛന്മാരുടെ സ്വഭാവം, കന്യാസ്തിമാരുടെ സ്വഭാവം, ചില മാതാപിതാക്കളുടെ സ്വഭാവം, അങ്ങനെ പല കാരണങ്ങളും മക്കൾക്ക് പറയാനുണ്ട്, ഉണ്ടെന്ന്. എന്നാൽ മക്കളെ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, തൈത്തണ്ടിനോട് ശാഖ എന്ന പോലെ മക്കളെ നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കണം. അതൊരു അച്ഛനെ ആശ്രയിച്ചോ, ഒരു ബിഷപ്പിനെ ആശ്രയിച്ചോ, ഒരു സഭയെ ആശ്രയിച്ചോ, ഒരു അപ്പനെയോ അമ്മയെയോ ആശ്രയിച്ചോ ആകരുത്. എനിക്ക് എന്റെ ഈശോയെ വേണം. ശാഖയാകുന്ന എന്റെ തൈത്തണ്ടാണ് എന്റെ ഈശോ. അവനോട് ചേർന്ന് നിന്ന് ആഴപ്പെട്ട ബന്ധം, അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വളരും തോറും ഈശോയോടുള്ള ബന്ധത്തിൽ ആഴപ്പെട്ട് ആ കൃപയില് വളർത്തണം നമ്മുടെ ജീവിതത്തെ. അവിടെ ഈശോ പറഞ്ഞ എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഞാൻ ഓർക്കുക, ധാരാളം ഫലം പുറപ്പെടുവിക്കേണ്ടവരായ നമ്മൾ, അതിനുവേണ്ടി എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളുമുള്ള മക്കള് ആയ നമ്മുടെ മക്കള്
ഈ ഒരു സാധ്യത, ഈ ഫലങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ് എൻ്റെ മക്കളെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യമാണ്. ഇതിനേക്കാൾ വലിയ ഭാഗ്യം ഈ ലോകത്തില് ഒരു മനുഷ്യന് കിട്ടാനില്ല. ദൈവബന്ധത്തില്, ദൈവത്തെ സ്വീകരിച്ച് ദൈവത്തില് വളരാനുള്ള ഭാഗ്യം, ദൈവിക ജീവനാൽ നിറയപ്പെട്ട് ദൈവകൃപയിൽ നിറയപ്പെട്ട് ജീവിക്കാനും വളരാനും ധാരാളം ഫലങ്ങൾ സ്വർഗത്തിന്റെ സഹായത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാനുള്ള ഭാഗ്യം. പഠനത്തില്, ജോലിയില്, പൗരോഹിത്യത്തില്, കുടുംബത്തില്, ബിസിനസ്സില്, എല്ലാത്തിലും ഈ വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്ക് അവസരമുണ്ട്, ഭാഗ്യമുണ്ട്, സാധ്യതയുണ്ട്, അതിനുള്ള സാഹചര്യങ്ങളുമുണ്ട്. അതിന്റെ അടിസ്ഥാനം ഈശോബന്ധമാണ്. യൂറോപ്പിന്റെ സംസ്കാരത്തിലേക്കും റോമിന്റെ ചരിത്രത്തിലേക്കും ഒക്കെ നോക്കിക്കോ, കർത്താവിനോട് ചേർന്ന് നിന്ന മക്കളെ കർത്താവ് വളർത്തി. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പ്രഭാഷകൻ 2:10. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് തിരസ്കൃതരായിട്ടുള്ളത്? അവിടുത്തെയോട് പ്രാർത്ഥിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? ആരുമില്ല മക്കളെ. എന്നാല് വളരെ ഭയാനകമായ നമ്മുടെ മക്കളുടെ അവസ്ഥ ഇന്ന്. അനേക മക്കൾ ദിവസങ്ങളൊക്കെ പല ഇടവകകളിലെ ധ്യാനങ്ങള്, കൺവെൻഷനുകൾ, ഒത്തിരി ധ്യാനങ്ങള്. യുവമക്കൾ പള്ളിയിലേ ഇല്ല, മധ്യവയസ്കരും പള്ളിയിൽ അധികമില്ല. ഒരു 50-ന് മുകളിലുള്ള കുറെ കാർന്നോന്മാരുണ്ട്. നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട കൃപ. വേറൊരു കാര്യം കൂടി പറയണത്, ചില പള്ളി ചെല്ലുമ്പോ വികാരിച്ചമാർക്കും വലിയ താല്പര്യമില്ല. ഒരു നല്ലൊരു സൗണ്ട് സിസ്റ്റം തരുക, ഒരു നല്ല ഫീഡ്ബാക്ക് തരിക, ഒന്ന് ഒരുക്കിയ ഇടവക ജനത്തെ വാർഷിക ധ്യാനത്തിൽ ഒരുക്കി ഒന്ന് സജ്ജരാക്കുക. നമുക്ക് ചെല്ലുമ്പോൾ അറിയാലോ, ഒരു പ്രാർത്ഥനയില്ല, ഒരു ഒരുക്കമില്ല. എന്നിട്ട് പേരിന് ഒരു നോമ്പുകാല ധ്യാനം നടത്തുന്ന ഒത്തിരി വൈദികർ, സങ്കടം വരും. വികാരിച്ചമാര്, കമ്മിറ്റിക്കാര്, കൈക്കാരന്മാര്. എന്റെ മക്കളെ, ഞാൻ എപ്പോഴും പറയും, ദൈവവചനത്തിന്, ഉദാശകൾക്ക്, കർത്താവിന് കുരിശിലെ മരണത്തിന്, രക്ഷാകര പ്രവൃത്തികൾക്ക്, ആ വചന പ്രഘോഷണത്തിന്, ആ രക്ഷാകര പ്രവൃത്തികളെ പ്രഘോഷിക്കുന്ന സത്യസുവിശേഷത്തിന് പ്രാധാന്യം കൊടുത്ത് അതിലേക്ക് നമ്മുടെ മക്കളെ ആകർഷിക്കുന്നതില് നമ്മുടെ സഭയും വൈദികരും കന്യാസ്ത്രീമാരും നമ്മുടെ കുടുംബങ്ങളും ഇടവകകളും പരാജയപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞില്ലേ, അതിന് പല കാരണങ്ങളുണ്ട്. പലരെയും കുറ്റം പറയാം. ബിഷപ്പ്മാരെ കുറ്റം പറയാം, അച്ഛന്മാരെ കുറ്റം പറയാം, ഈ കുർബാനയുടെ പേരിൽ വഴക്കുണ്ടാക്കുന്ന എല്ലാവന്മാരെയും കുറ്റം പറയാം. അതെല്ലാവരും കുറ്റം പറയാം. സങ്കടമുണ്ട് ഇതൊക്കെ പറയുമ്പോൾ. ഇത്ര നല്ല ദൈവത്തെ കിട്ടിയിട്ട്, ഇത്ര നല്ല കൂദാശ കിട്ടിയിട്ട്, ഇത്ര നല്ല കുരിശിലെ രക്ഷാകര ബലി കിട്ടിയിട്ട് അതിനെ അവഹേളിച്ച് പരിഹസിച്ച് അതിന്റെ പേരിലും വഴക്കടിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ, വിഷയങ്ങൾ ഉണ്ടാക്കി ഇതുപോലെ ജനത്തെ നശിപ്പിച്ചു കളഞ്ഞ സഭ, അതൊരു വലിയൊരു ഗതികേടാണ്. അതുകൊണ്ട് മക്കളെ, എനിക്ക് മക്കളോട് പറയാനുള്ളത്, സഭയെ അല്ലെങ്കിൽ ഇങ്ങനെ ടീമുകളൊന്നും ആശ്രയിക്കാണ്ട് നേരിട്ട് ഈശോ പറഞ്ഞതിലേക്ക് വാ. ഈശോയോടുള്ള ബന്ധത്തിൽ വളരുക. അതിന് നമുക്ക് കൂദാശ വേണം. അത് ഈശോ തന്ന കൂദാശ സഭയുടെ അല്ല, കൂദാശ പൗരോഹിത്യത്തിന്റെ അല്ല. കൂദാശ എന്ന് പറയുന്നത് കർത്താവ് ഏൽപ്പിച്ചതാണ്. അത് കർത്താവിന്റെ. അതറിയണം. ഇത് അറിഞ്ഞ് ജീവിക്കുന്ന മക്കൾക്ക് ഇനിയുള്ള കാലത്ത് രക്ഷപ്പെടാൻ പറ്റൂ. അല്ലാണ്ട് സഭയെ നോക്കി, അച്ഛന്മാരെ നോക്കി, ബിഷപ്പ്മാരെ നോക്കി, കന്യാസ്ത്രീമാരെ നോക്കി, എന്റെ പ്രിയപ്പെട്ടവരെ ഇനി വിശ്വാസം വളരാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. ഞാൻ ഒരു ഒഴിവോ അല്ലെങ്കിൽ ഒരു ന്യായം പറയുന്നതല്ല, പൊതുവെ അങ്ങനെയൊക്കെ ആയിപ്പോയി. പ്രാർത്ഥനയില്ലാത്ത സഭ, വൈദികര്, കന്യാസ്ത്രീമാര്, കുടുംബങ്ങള്, ഇടവകകള്, ബാക്കി പല ഭാഗ്യമായ കാര്യങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യം. തിരുനാള്, ഗാനമേളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് സിസ്റ്റം 3 മണിക്കൂർ 4 മണിക്കൂറിന് വേണ്ടി, 4 മണിക്കൂറൊന്നുമില്ല, 3 മണിക്കൂറിന് വേണ്ടി ഭയങ്കര സൗണ്ട് സിസ്റ്റം ലക്ഷങ്ങൾ കൊടുക്കും. ഞങ്ങൾക്ക് ചില പള്ളിയിലൊക്കെ വാർഷിക ധ്യാനത്തിന് ചെന്ന് കഴിഞ്ഞാൽ അവർ തരുന്ന നമ്മുടെ ധ്യാനേതര ശുശ്രൂഷകൾക്ക് വേണ്ടി ചില സഹായങ്ങളൊക്കെ ചില തരും. അതൊക്കെ തരുന്നുണ്ട്. ഞാൻ ഭയങ്കരമായ തുച്ഛമായ രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ പോയി കുറ്റം പറഞ്ഞ വിഷം പറയില്ല. പ്രിയപ്പെട്ട, ദൈവവചനത്തിന് വിലയിൽ, ഗാനമേളയ്ക്ക് വിലയുണ്ട്. ലക്ഷങ്ങൾ കൊടുക്കും, സൗണ്ട് സിസ്റ്റം കൊടുക്കും, ഭയങ്കര കാര്യങ്ങൾ കൊടുക്കും. അതിനുവേണ്ടി തുള്ളാനും ചാടാനും പിള്ളേരെ കൂട്ടാനും എന്ത് നേട്ടമുണ്ട്. ഞാൻ പറയാണ്, നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ വെച്ച് നല്ലപോലെ ഒരുങ്ങി നല്ലൊരു ആത്മീയ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഗാന ശുശ്രൂഷ, കർത്താവിന്റെ മഹത്വം പ്രകീർത്തിക്കുന്ന കാര്യങ്ങൾ
ഇതൊക്കെ ചെയ്താണ്ടല്ലോ നമ്മുടെ മക്കള് വിശ്വാസത്തില്, ദൈവത്തില്, കൂദാശയില്, വചനത്തില് ഉറച്ചു നിൽക്കും. ഇവിടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, യൂത്ത് ബാൻഡ് ആരംഭിക്കുന്ന ഒരു ആഗ്രഹം അച്ഛൻ പറഞ്ഞു. നമ്മുടെ മക്കൾക്ക് അധികം പേർക്കൊന്നും വലിയ താല്പര്യമില്ല. അതെനിക്ക് പറഞ്ഞുവിടാൻ നമ്മുടെ മാതാപിതാക്കൾക്കും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടും അതിനോട് പ്രതികരിക്കാനൊന്നും അധികം പേര് കണ്ടിട്ട് ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി. കാരണം യൂത്ത് ബേസ് ഇവിടെ ധ്യാനം കൂടിയായി പോയ യുവ മക്കളോട് പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ആരും അതിന് താല്പര്യം. എല്ലാവർക്കും ബീറ്റ് പാസ്സാവണം, എല്ലാവർക്കും OIT പാസ്സാവണം, എല്ലാവരും വിദേശത്ത് പോകണം. എന്റെ മക്കളെ തമ്പുരാനോട് ചേർന്ന് നിന്നാല് ബീറ്റ് പാസ്സാവും, OIT പാസ്സാവും. കർത്താവ് ചെയ്യുന്ന അവൻ എല്ലാ വിഷയവും പാസ്സാവും, അവൻ ഇന്റർവ്യൂ പാസ്സാവും, അവൻ എത്തേണ്ടടുത്ത് കർത്താവ് എത്തിക്കും. ഈ ഒരു മഹത്വത്തിന്റെ ശക്തി ലഭിച്ചിട്ട്, സാഹചര്യം ലഭിച്ചിട്ട് കർത്താവിനെ വിട്ടിട്ട് എല്ലാം കെട്ടിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും പോകുന്ന മക്കള് ഒരിക്കലും രക്ഷപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ഗതിപിടിക്കില്ലെന്ന് മാത്രമല്ല, പക്ഷെ പറഞ്ഞില്ലേ, എന്നോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾ മുറിച്ച ശാഖ പോലെ പുറത്തേക്ക് വലിച്ചെറിയപ്പെടും. അത് ഉണങ്ങിപ്പോവും, ഒന്നിനും കൊള്ളാത്ത വിധം കത്തിച്ച് ചാമ്പലാക്കപ്പെടും. ഈ ഭയാനകമായൊരവസ്ഥ, ഒത്തിരി വേദനയോടെ അച്ഛനീ പറയുന്നത്. നമ്മുടെ ഈ ദിവസങ്ങളെ ഇടവക ധ്യാനങ്ങള്, നമ്മുടെ ഇടവക കൂട്ടായ്മകള്, അച്ഛന്മാരുടെ ഒരുക്കങ്ങള്, അതിനുവേണ്ടിയുള്ള വില കൊടുക്കല് കാണുമ്പോ എന്തിനു വേണ്ടി നമ്മുടെ പള്ളികളൊക്കെ പണിയപ്പെട്ടിരിക്കുന്നു? ഒറ്റ കാര്യമുള്ളൂ, കൂദാശ പരിക്രമത്തിനു വേണ്ടി, കൃപ കൊടുക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറാൻ വേണ്ടി, ജനത്തെ ഒരുമിച്ച് പ്രാർത്ഥനയിൽ ഒരുമിപ്പിക്കാൻ വേണ്ടി. ഇതൊന്നും ചെയ്യാതെ മറ്റു പല കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് കുറെ ബിൽഡിംഗ് പണിയുന്നു, മറ്റു പ്രസ്ഥാനങ്ങൾ പണിയുന്നു. ആശുപത്രി സമരം കണ്ടില്ലേ? നഴ്സുമാർക്ക് ന്യായമായ ശമ്പളം കൊടുക്കണം. പാവപ്പെട്ട കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് ന്യായമായ ശമ്പളം പോലും കൊടുക്കാതെ അവറ്റകളെ പീഡിപ്പിക്കുന്ന ഒരു സംവിധാനം. ആർക്കു വേണ്ടി? ബിസിനസ്സോ കച്ചവടമോ ലാഭം ഉണ്ടാക്കാനോ? ആർക്കു വേണ്ടി? ഞാൻ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്. മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ നിന്നൊക്കെ നമ്മുടെ മക്കള്, ഇതിലൂടെയൊക്കെ നമ്മുടെ മക്കള് കർത്താവിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് എന്റെ വിഷമം. ഈ നഴ്സുമാരുടെ സമരവും ഈ സഭാ പ്രശ്നങ്ങളും ഈ വഴക്കുകളും കുർബാന പ്രശ്നങ്ങളും കൊണ്ട് നമ്മുടെ പാവപ്പെട്ട മക്കള് കർത്താവിൽ നിന്ന് അകന്നു പോകാൻ, അങ്ങനെ അകന്നു പോയാണ്ടല്ലോ പിശാച് നമ്മുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോകും. ഭയാനകമായൊരവസ്ഥയത്. അതുകൊണ്ട് എന്തു വന്നാലും നമ്മുടെ മക്കള് കർത്താവിൽ മുറുകെ പിടിച്ച് ഉദാശകൾ സ്വീകരിച്ച് സ്വർഗത്തിലെ സഹായം നേടി പഠിക്കാനും ജീവിക്കാനും മുന്നോട്ട് പോകാനും ഇടയാണ്. ഇതൊരു വെല്ലുവിളിയാണ്. വീണ്ടും ഞാൻ പറയും, ഇതിന് അച്ഛന്മാരെ നോക്കരുത്, കന്യാസിമാരോ നോക്കരുത്, സഭയെ നോക്കണം. സഭയിലുള്ള ഉദാശകൾ നോക്കുക, ദിവ്യ സക്രാരിയെ നോക്കുക, ദിവ്യ കാരുണ്യത്തെ നോക്കുക, കുംഭസാരത്തെ ഉദാശകൾ സ്വീകരിക്കുക. അത് അച്ഛന്മാരുടെ സഭയുടെ ഒന്നല്ല, അത് കർത്താവ് ഏൽപ്പിച്ചതാണ്. അത് കർത്താവിൽ നിന്ന് തന്നെ നേരിട്ട് സ്വീകരിക്കുക. ഇതിന്റെ മാധ്യമങ്ങൾ മാത്രമാണ് സഭയും പൗരോഹിത്യവും ദേവാലയങ്ങളൊക്കെ. നമ്മുടെ ദേവാലയത്തെ ഈ ഒരു ചൈതന്യത്തോടെ സ്വീകരിച്ച്, ബലിയർപ്പിച്ച്, ഉദാശ സ്വീകരിച്ച് ദിവ്യക്കാരുടെ നാഥന്റെ കൂടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിൽ നകന്നു പോകുക എന്ന് പറഞ്ഞ ഭയാനകമാണ്. പ്രാർത്ഥിക്കാം മക്കളെ, അനുഗ്രഹിക്കട്ടെ. ഈ വേദനയുള്ള മക്കള് കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ വലിയ ഇടപെടലിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിലും ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളായി ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കേണ്ടവരാണ് ഞങ്ങളുടെ മക്കള്. അതിലേക്ക് ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ, ഞങ്ങളുടെ മക്കളെ അങ്ങയുമായിട്ട് ആഴമായ ബന്ധത്തിൽ ഉറപ്പിക്കാൻ ഈശോയെ ഞങ്ങൾക്കും സഭയ്ക്കും വൈദികർക്കും സന്യസ്തർക്കും കഴിയാതെ പോയതിന്റെ ഒരു വലിയ ദുരന്തമായിട്ടെന്ന പോലെ ഞങ്ങളുടെ അനേക മക്കള് ഇന്ന് യുവത്വത്തിന്റെ സമയത്ത് ദൈവബന്ധമില്ല, ഉദാശയോട് താല്പര്യമില്ല, പള്ളി പോകാൻ താല്പര്യമില്ല, വചനത്തോട് താല്പര്യമില്ല, ജപമാലയോട് താല്പര്യമില്ല, കുടുംബ പ്രാർത്ഥനയോടോ ആത്മീയ ജീവിതത്തോട് താല്പര്യമില്ല. അതിലൂടെ കർത്താവേ, അങ്ങയുടെ കൃപയും അങ്ങയുടെ സഹായവും അങ്ങയുടെ ശക്തിയും അങ്ങയുടെ ജീവനും ഞങ്ങളുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള സത്യം ഞങ്ങൾ ഒത്തിരിയേറെ വേദനിപ്പിക്കുന്നുണ്ട് ഈശോയെ. ഭയാനകമായ ഈ അവസ്ഥയിൽ അങ്ങേ വിട്ടുപോയ അനേക മക്കളെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അവസ്ഥയിൽ ഒത്തിരി വേദനയുണ്ട് കർത്താവേ, ഒത്തിരി വേദനയുണ്ട്.
ഒത്തിരി വേദനയുണ്ട് കർത്താവേ. മറ്റ് പല കാര്യങ്ങൾക്കും ഇടവക ദേവാലയങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നു, വൈദികര് പ്രാധാന്യം കൊടുക്കുന്നു, സഭ പ്രാധാന്യം കൊടുക്കുന്നു. അങ്ങയ്ക്കോ കൂദാശയ്ക്കോ ദൈവികമായ കാര്യങ്ങൾക്കോ ആത്മീയമായ കാര്യങ്ങൾക്കോ പ്രാധാന്യം കൊടുക്കാതെ അങ്ങയുടെ കാരുണ്യമായ വിശുദ്ധ കുർബാനയുടെ പേരിൽ പോലും വഴക്കടിച്ച് മത്സരിച്ച് കർത്താവേ ജീവിക്കുന്ന സഭയിലെ നേതാക്കന്മാരും വൈദികരും ചില അൽമായരും ഇതിലൂടെയൊക്കെ മക്കൾക്ക് ഒത്തിരി കാരണങ്ങളും പറയാനുണ്ട്. കർത്താവേ, മക്കൾ അതിലേക്കൊന്നും നോക്കാതെ അങ്ങയിലേക്ക് നോക്കട്ടെ, അങ്ങയുടെ വചനത്തിലേക്ക് നോക്കട്ടെ, ഉദാശയിലേക്ക് തിരിയട്ടെ. ഇതൊന്നും സഭയുടെയോ വൈദികരുടെയോ കന്യാസ്ത്രീമാരുടെയോ ആരുടെയോ അല്ല, അങ്ങയുടെ കുരിശുമരണത്തിന്റെ ശക്തിയാണെന്ന്, അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യമാണെന്ന്, ദിവ്യ കാരുണ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയെ നോക്കി അങ്ങ് പറഞ്ഞ വചനത്തെ കണ്ടനുഭവിച്ച് ദിവ്യ കാരുണ്യീശോയെ അങ്ങയെ സ്വീകരിച്ച് ജീവിക്കാനുള്ള കൃപ മഹാഭാഗ്യം ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. പ്രാർത്ഥിക്കേണ്ട മാതാപിതാക്കളെ, പ്രാർത്ഥിക്കേണ്ട മക്കളെ, പ്രാർത്ഥിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വൈദികരോ സന്യസ്തരോ ഉണ്ടെങ്കിൽ സഭയ്ക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കും. നമുക്ക് സംഭവിച്ച തെറ്റ് നമ്മുടെ പിഴയാണത്, പിഴയാണ്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങേക്ക് പ്രാധാന്യം നൽകാതെ അങ്ങയിലേക്ക് അടുപ്പിക്കാൻ പറ്റാത്ത വിധം ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു. കണ്ണീരോടെ മാപ്പ് ചോദിക്കുന്നു ഈശോയെ. ഇന്ന് നോമ്പ് കാലത്തിന്റെ ചൈതന്യത്തില് അങ്ങയുടെ കുരിശുമാനത്തിന്റെയും പീഡാസഹനത്തിന്റെയും അങ്ങയുടെ രക്തം ചിന്തിയുള്ള ബലിയുടെയും അനന്ത യോഗ്യതകൾ സ്വന്തമാക്കുന്ന ഈ സമയത്ത് തിരിച്ചറിവോടെ കർത്താവെ അങ്ങയെ സ്വീകരിക്കുവാൻ, അങ്ങയുടെ കരുണ സ്വന്തമാക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ മക്കള് കുമ്പസാരത്തിലൂടെ വിശുദ്ധ കുർബാനയിലേക്ക് വന്ന് അങ്ങയുടെ ബലി സ്വന്തമാക്കി അങ്ങയെ തന്നെ സ്വീകരിച്ച് അങ്ങയിൽ വളരുവാൻ ഇടയാകട്ടെ. അതിന്റെ താല്പര്യം നഷ്ടപ്പെട്ടു പോയ, ആ ബന്ധം നഷ്ടപ്പെട്ടു പോയ എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മക്കളോട് കരുണയായിരിക്കണമേ. ശരിക്കും പ്രാർത്ഥിച്ച മക്കളെ ഭയാനകമായ, ചിന്തിച്ചാൽ ഒട്ടും പിടികിട്ടാൻ പറ്റാത്ത വിധത്തില് അത്ര ഭയാനകമായ അവസ്ഥയാണ് ഈശോയെ വിട്ടു പോകുന്ന ക്രൈസ്തവ മക്കള്. സാത്താൻ നോക്കി നടക്കുക ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന മക്കളെ പിടിക്കാൻ. അച്ഛൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഈശോയിൽ നിന്നകുന്ന പിന്നെ പിശാചിനെ പിടിയില്ല, ലോകാരൂപിയുടെ പിടിയില്ല, നശിപ്പിച്ചു കളയും. കരുണയ്ക്കായി പ്രാർത്ഥിക്കും മക്കളെ. ദിവ്യാനുസരണത്തില് സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമടക്കി കർത്താവിന്റെ വലിയ കരുണ ഈ മേഖലയില് നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും അവരുടെ കണ്ണ് കർത്താവ് തന്നെ നേരിട്ട് തുറക്കാനും വേറെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവെ അങ്ങ് തന്നെ തൊടണം, അങ്ങ് തന്നെ ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ അങ്ങയിലേക്ക് ആകർഷിക്കണം. കർത്താവെ, സ്വർഗത്തിന്റെ സഹായം അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ആശീർവാദത്തിലൂടെ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയെ നീ നകന്നുപോയ മക്കള്, ഉദാശകയെ വിട്ടുപേക്ഷിച്ച മക്കള്, പള്ളിയില് വിശുദ്ധ കുർബാനയ്ക്ക് പോകാത്ത മക്കള്, അതിനോട് താല്പര്യം നഷ്ടപ്പെട്ടു പോയ മക്കള്, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്ന്, ദിവ്യ കാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ സ്നേഹവും കരുണയും ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളെ അങ്ങ് തന്നെ ആകർഷിക്കണം, അങ്ങ് തന്നെ ചേർത്ത് പിടിക്കണം. ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കും മക്കളെ, ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കും. ഈശോയെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ മക്കളെ, ഈ ശുശ്രൂഷ അനേകം മാതാപിതാക്കൾക്ക് പകർന്നു കൊടുക്കണം. നമ്മുടെ മക്കളുടെ ഏറ്റവും ഭയാനകമായ അവസ്ഥയാണ് ഇന്ന് അച്ഛൻ ഈ പറഞ്ഞ സന്ദേശത്തിന്റെ അവസ്ഥ. കർത്താവിനെ വിട്ടുപോയ പിന്നെ മക്കളെ, നമ്മുടെ മക്കൾ തീർന്നു. പിടിച്ചുകൊണ്ടും പിശാചും ലോകാരൂപി അനേകം കൂട്ടുകെട്ടുകളും എല്ലാം നോക്കി നടക്കുന്നുണ്ട്. പ്രാർത്ഥിക്കണം, അനേകം മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. മക്കൾക്കും ഈ സത്യം ഒന്ന് അറിഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഈ ശുശ്രൂഷ അനേകം മക്കൾക്കും നിങ്ങളുടെ മക്കൾക്കും ഇട്ടുകൊടുക്ക്. അവർ ചിലപ്പോൾ കാണും, ചിലപ്പോൾ കേൾക്കും. മക്കളും പ്രാർത്ഥിക്കട്ടെ, അവസ്ഥ മനസ്സിലാക്കി പ്രാർത്ഥിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ മക്കളെ. സാധിക്കുന്നവര് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കും എല്ലാ ഇടവക കൂട്ടായ്മയിലൊക്കെ നിങ്ങൾ ഈ ശുശ്രൂഷ കാണുന്നവർ കാണട്ടെ, തിരിച്ചറിവ് ലഭിച്ച് പ്രാർത്ഥിക്കട്ടെ. അനുഗ്രഹിക്കട്ടെ മക്കളെ.